മായേ, അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരാൻ വൈകിയോ? ആ പപ്പി ചേച്ചി, പൂജ കഴിഞ്ഞാ മടങ്ങിയത്. അല്പം വൈകിപ്പോയി. അതെ സിസ്റ്റർ, രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത് കേട്ടോ. ഈ സ്ഥലം അത്ര ശരിയല്ല. വൈകൊന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനോ ദീപു കൂടെ വരുമായിരുന്നല്ലോ. ഓ, അത്ര ബുദ്ധിമുട്ടണമെന്നില്ല ചേട്ടാ. എനിക്ക് എന്നെ സൂക്ഷിക്കാൻ അറിയാം. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയും ഡ്യൂട്ടി കഴിഞ്ഞും ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ളതാ. ആഹാ, വെരി ഗുഡ്. പെൺകുട്ടികളായ ഇങ്ങനെ വേണം. ധൈര്യം കണ്ടോ പി? നമ്മുടെ മായ സിസ്റ്റർ ആണൊരു പെൺപുലിയാണ്. അത് പിന്നെ എനിക്കറിയില്ലേ. മാമായെ, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. ഈ നേരത്തോ? വേണ്ട ചേച്ചി, ഇത് അസമയോ. ഓ, ഒരു ചായ കുടിക്കാൻ നേരവും കാലവും ഒന്നും നോക്കേണ്ട കാര്യമില്ല സിസ്റ്ററെ. അകത്തിരിക്കാം നമുക്ക്. തൽക്കാലം വേണ്ട ചേട്ടാ, ഇനി ഒരിക്കലും ഞാൻ വന്ന് കുടിച്ചോളാം. വരട്ടെ ചേച്ചി. ശരി. എടി പപ്പി, ഇവളാളൊരല്പ പെശകാണല്ലോ. ആ സരോജത്തിന്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാ അഹങ്കാരവും ഇവക്കും ഉണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. ചേട്ടനൊന്ന് സമാധാനപ്പെട്. നേരം വൈകില്ലേ, അതാ അവള് പോയത്. നമുക്ക് സാവധാനം സംസാരിക്കാം. ഞാൻ ഏറ്റു ഇവളുടെ കാര്യം. സമയമല്ലേ കിടക്കുന്നത്. നീ ഇത് കൊറേ നേരമായല്ലോ സരോജം. കുറച്ച് കഞ്ഞി ഉണ്ടാക്കി തരാനല്ലേ പറഞ്ഞുള്ളൂ. ബിരിയാണി ഒന്നും അല്ലല്ലോ. ബിരിയാണി ആയിരുന്നു ഇതിനൊക്കെ എളുപ്പമായിരുന്നു. ഈ വേഗത്താരി വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 2 ആയി. അതെങ്ങനെ? കടയിൽ പോയാ ഇപ്പോഴും നല്ല അരി നോക്കിയെടുക്കാൻ നമുക്കറിഞ്ഞൂടല്ലോ. സരോജം, കഞ്ഞി വേണ്ട. നീ ഒന്ന് വായടച്ചെന്നാ മതി. എന്റെ വയറ് നിറഞ്ഞോളൂ. ദാ മായെത്തി. പറ്റുമെങ്കിൽ നീ അവൾക്ക് അല്പം ചായ ഇട്ടുകൊട്. മുഖം കണ്ടറിയാം പ്രാർത്ഥിച്ച് ക്ഷീണിച്ചിട്ടാ വരുന്നതെന്ന്. അവക്ക് ചായ വേണമെങ്കിൽ അവള് തന്നെ വന്ന് എടുത്ത് കുടിച്ചോളും. അല്ലാതെ നിങ്ങളുടെ മോളെ പോലെ ചായ എടുത്ത് വായിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. സന്ധ്യ കഴിഞ്ഞപ്പോ മുതലേ ആളല്പം ദേഷ്യത്തില. എന്തോ ജോലി പറഞ്ഞപ്പോ കേൾക്കാതെ മോള് നനയ്ക്കാനും കുളിക്കാനും കുളിമുറി കയറി. അതിന്റെ ചൊരുക്കായി കാണിക്കണത്. അല്ല, ചിറ്റപ്പന്റെ കൈക്ക് എന്ത് പറ്റി? രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഓ, അതൊന്നും പറയണ്ട. കടയിലെ ഷെൽഫിന്റെ ഗ്ലാസ് പൊട്ടിയിരിക്കായിരുന്നു. ഞാൻ അറിയാതെ അതിലൊന്ന് പിടിച്ചു, അത്ര തന്നെ. വലിയ മുറിവുണ്ടെന്ന് തോന്നുന്നല്ലോ. സ്റ്റിച്ചിട്ടോ? ഇല്ല, മുറിവ് ചെറിയ മുറിവാ. കെട്ടു വലുതാണെന്നുള്ളൂ. 2 ദിവസം കൊണ്ട് നേരെ ആവുമെന്നാ ഡോക്ടർ പറഞ്ഞത്. കൈ 2ആയിട്ട് മുറിഞ്ഞാലും നിന്റെ ചിറ്റപ്പൻ ചെറിയ മുറിവാണെന്നേ പറയുള്ളൂ. ആശുപത്രി പോയാ കാശാവൂലേ? ഓ, അത് ശരി. അപ്പൊ സ്വയം ചികിത്സയാണല്ലേ? കയ്യിലെ കെട്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് പണി അറിയാത്ത ആരോ ചെയ്തതാണെന്ന്. എടി, ഈ കുട്ടിക്കാലം മുതലേ ഇതുപോലുള്ള ചെറിയ മുറിവുകളൊക്കെ ഞങ്ങൾ തന്നെ വെച്ച് കിട്ടും. മരുന്ന് വെറും കമ്മ്യൂണിസ്റ്റ് വെച്ചാ ഇതിനൊന്നും ആരും ആശുപത്രി പോകാറില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു ചിറ്റപ്പ. മനുഷ്യരുടെ ശരീരം അന്ന് ഇന്നും 2ഉം 2ആ. മുറിവ് സെപ്റ്റിക്കാതെ സൂക്ഷിച്ച ചിറ്റപ്പിന് കൊള്ളാം, അത്രേ ഉള്ളൂ. എടി മായേ, ഇങ്ങേക്കിതൊന്നും പറഞ്ഞ തല കയറില്ല. നീ അടുക്കളയിൽ പോയി ആ ചായ എടുത്തു കുടിച്ച് നിന്റെ പാട് നോക്കാൻ നോക്ക്. കഞ്ഞി റെഡി, എടുത്തു കുടിച്ചാട്ടെ.
സരോജം ഈ കൈ വെച്ച് കുടിക്കാൻ ഒരു ഏതുമില്ല. നീ എനിക്കിതൊന്ന് കോരി തന്നെ നോക്കട്ടെ. ഹയ്യടാ മനമേ, ഇത് നല്ല കൂത്ത്. കഞ്ഞിയും കറിയൊക്കെ കോരിത്തൊന്നൂട്ടാൻ നിങ്ങളാരാ ഇള്ള പിള്ളയാണോ ഈ വീട്ടിലെ? ഇങ്ങനെയാണെങ്കിൽ ഉറങ്ങാൻ തൊട്ടിലെടുത്ത് തരണോന്ന് പറയുമല്ലോ നിങ്ങള്. അങ്ങനെ പറയരുത്. ഞാൻ നിനക്കൊരു ഒറ്റ ഭർത്താവല്ലേ ഈ ലോകത്തുള്ളൂ. അപ്പോ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാൽ നിനക്കല്ലേ നഷ്ടം? എന്റെ കൈ വയ്യാത്തതുകൊണ്ട് മാത്രമല്ല ഞാനീ പറയുന്നത്. എനിക്കാണ് ഈ വിശന്നിട്ടും വയ്യ. ഒരല്പം ദയ കാണിച്ച് എനിക്ക് കോരിത്ത സരോജം, പ്ലീസ്. അതിനാര് പറഞ്ഞു കൈ വയ്യാതാക്കാൻ? ഞാൻ പറഞ്ഞോ പൊട്ടിയ കണ്ണാടി പോയി പിടിക്കാൻ? ഇല്ലല്ലോ. എടി, കസ്റ്റമർ വന്ന് സാധനം ചോദിക്കുമ്പോ അലമാര തുറന്നാലേ സാധനം എടുത്തു കൊടുക്കാൻ പറ്റൂ. അല്ലാതെ റിമോട്ട് വെച്ച് തുറക്കുന്ന ഷെൽഫൊന്നും നമ്മുടെ കടയിലില്ല. നമ്മുടെ സഹദേവ മുതലാളി ഒരു പാവ മുതലാളിയാണ്. ആഹാ, ആ സഹദേവൻ പാവമാണെന്ന് നിങ്ങൾ മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. സരോജ, എനിക്ക് വിശക്കുന്നു. മിണ്ടാതിരിക്കെ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. നീ കൊഴുക്ക് ആ, ഞാൻ കഴിച്ചോളാം. കഴിക്കടി. കഴിച്ചോളാം. അതെ, ഞാൻ കഞ്ഞിയും ചോറും വാരിത്തരാൻ വേണ്ടി നിങ്ങൾ മനപ്പൂർവ്വം കൈ കെട്ടിവെച്ചിട്ട് വന്നോന്നും അല്ലല്ലോ അല്ലേ? ഓ എന്റെ പൊന്നോ, ഞാൻ വേണേ കെട്ടഴിച്ച് കാണിച്ചു തരാം. എന്തൊരു ഗതികേടാണ് നോക്ക്. ശരി ശരി, ഇനി ഈ സുഖം പറ്റി ബാൻഡേജ് സ്ഥിരമായിട്ട് കെട്ടിക്കൊണ്ട് വരരുത് കേട്ടല്ലോ. നിർത്തി, ഇന്നത്തോടെ നിർത്തി ഞാൻ. ഇനി കടയിലെ ഷെൽഫ് ഞാൻ ബാബുവിനെ കൊണ്ട് തുറപ്പിക്കൂ. എന്താ അതുപോലെ നിനക്ക്? ധാരാളം. ആ, മതി മതി, വർത്താനം മതിയാക്കി ഇതങ്ങ് കുടിച്ചു തീർക്ക. ആ, എന്നിട്ട് വേണം മോളിറങ്ങുമ്പോ അവർക്ക്. അതെ, അച്ഛന്റെ കൈ മുറിഞ്ഞതുകൊണ്ടാ മോളെ. നടക്കട്ടെ നടക്കട്ടെ. ആകെ നാണക്കേടായല്ലോ ഈ മനുഷ്യന്റെ ഒരു കാര്യം. എടി, നമ്മുടെ മോളല്ലേ കണ്ടത്, നാട്ടുകാരൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും കണ്ടാലെന്താ? നിന്നെ ഞാൻ പാതിരാത്രിക്ക് കട്ടുകൊണ്ടൊന്നൊന്നുമല്ലോ. അന്തസ്സായി താലി കെട്ടി കുടുംബമായിട്ട് ജീവിക്കണതാ. ഓ, നിങ്ങൾ ഇനി താലിയുടെ കാര്യമൊന്നും പറയണ്ട. 365 ദിവസം ഉണ്ടെങ്കിൽ 265 ദിവസം താലിമാല വല്ല പണയക്കടയിലായിരിക്കും. വേണമെങ്കിൽ സ്വയം എടുത്ത് കുടിക്കാൻ നോക്കും. ഞാൻ പോകുന്നു. സരോജം, കൊള്ളാം. അമ്മയും അച്ഛനും ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ കാണുന്നത്. നാളെ രവിവർമ്മൻ സാറിന്റെ കയ്യിൽ നിന്ന്
ഞാൻ ഇതുപോലെ ചോറ് വാങ്ങിക്കഴിച്ചാൽ എങ്ങനെയുണ്ടാവും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? എന്തു പറയുന്നു? ഗുഡ്. ഇനി വേണം ഇവിടെ ഒരാളെ കൊണ്ട് എനിക്ക് ഭക്ഷണം വാരി കഴിക്കാൻ. സമയമുണ്ട്. അതിനുമുമ്പ് കുറച്ച് ജോലി തീർത്ത് കളയാം. ആയിരത്തി 1999 2000. ഇതിനെപ്പറ്റി ആരോട് ചോദിച്ചാൽ ക്ലാരിറ്റി കിട്ടും? രാമമൂർത്തി സാറിനോട് ചോദിക്കാം. സ്വാതി, ഈ ഇന്റർകോം വർക്ക് ചെയ്യുന്നില്ലല്ലോ. നജീമിനോട് പറയാൻ നോക്കാൻ. അല്ല, രാമമൂർത്തി സാർ ലീവാണോ? രാവിലെ സീറ്റില് കണ്ടില്ല. ലീവാണ്, നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ വേറെ ആരോട് ചോദിക്കാൻ? ചിലപ്പോ രഘുവർമ്മൻ സാറിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? കൈ ആരെയും കാണിക്കണ്ട. ഹലോ ശ്രീലക്ഷ്മി. ഗുഡ് മോർണിംഗ് സർ. സീറ്റിൽ വന്ന് അന്വേഷിച്ചപ്പോഴാണ് സാറ് പോയിന്ന് അറിഞ്ഞത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, സാറിനൊരു 1 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് വേണമായിരുന്നു. ചോദിച്ചോളൂ. എന്റെ അറിവിലുള്ളതാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ പഴയ കുറെ ഫയൽസ് എല്ലാം നന്നായി റെഫർ ചെയ്ത് നോക്കി സർ. പക്ഷെ ഒന്നും കിട്ടിയില്ല ഈ നിമിഷം വരെ. എന്ത് കിട്ടിയില്ലാന്ന്? സർ, ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1999 2000 പീരീഡിൽ ഒരു പുതിയ പാറ്റേൺ സാരികളുടെ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട് നമ്മുടെ കമ്പനിയില്. അതിൽ ഏകദേശം ഒരു 5000 സാരികള് ഒരു പെർട്ടിക്കുലർ ഫാബ്രിക്കിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ പാറ്റേണിലുള്ള സാരികള് അതിനു മുമ്പ് ഉൽപ്പാദിപ്പിച്ചിട്ടില്ല, അതിനുശേഷവും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അതാണ് സ്ട്രേഞ്ച് ആയ കാര്യം. ഓ, ഐ സീ. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് എന്താന്ന് വെച്ചാൽ ആ മുഴുവൻ സാരികളും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു എന്നുള്ളത്. പക്ഷെ അതൊന്നും സെയിൽസ് ആയതല്ല, അല്ലാതെയാ പോയിരിക്കുന്നത്. സെയിൽസ് ആകാതെ 5000 സാരി പോയോ? അതെങ്ങനെ സംഭവിച്ചു? അതന്നെയാണ് സർ എനിക്കും അറിയാത്തത്. ഇനി അത് ആർക്കെങ്കിലും ദാനം ചെയ്തോ, അതോ വേസ്റ്റ് ആക്കിയോ, അതോ മറ്റെന്തെങ്കിലും പർപ്പസിന് ഉപയോഗിച്ചോ എന്നൊന്നും ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല നമുക്ക്. സാറിന് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ. അയ്യോ ഇല്ല ശ്രീലക്ഷ്മി, ഇറ്റ്സ് എ ന്യൂ ഇൻഫർമേഷൻ ഫോർ മീ. അങ്ങനെയാണെങ്കിൽ സർ എനിക്ക് തോന്നുന്നു ഇതിന് പിന്നിൽ എന്തോ ഒരു കഥയുണ്ടെന്നോ. ഐ ടു തിങ്ക് സോ. ഉണ്ടാകും. യു സി, ആ സമയത്തൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഓഫീസ് കാര്യത്തെ പറ്റിയൊന്നും എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനേ അമ്മയോട് ചോദിക്കാം ഇതിനെപ്പറ്റി. അമ്മയ്ക്ക് അറിയാൻ പറ്റും പല കാര്യങ്ങളും.
അപാര മെമ്മറി പവറാ. എന്താ അമ്മയെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ ഇൻഫർമേഷൻ തന്നാ പോരെ? ഓക്കെ സർ, മതി. ആ ഓക്കെ സർ, താങ്ക് യു. ആ ശ്രീലക്ഷ്മി, തനിക്ക് അത്രയ്ക്ക് അർജന്റ് ആണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഓഫീസിൽ തന്നെ ഉള്ളത് ചേട്ടായിയോട് ചോദിക്കില്ല. ചേട്ടായിക്കും അറിയാൻ പറ്റും ഇവിടത്തെ പഴയ കാര്യങ്ങള്. ശരി സർ, ഞാൻ ചോദിക്കാം. ഒടുവിൽ രവിവർമ്മൻ സാറിനോട് തന്നെ ചോദിച്ചാലേ പറ്റൂ. സാറിന് എന്തായിരിക്കോ പറയുന്നത്? എക്സ്ക്യൂസ് മീ സർ. ആ ശ്രീലക്ഷ്മി വരൂ. സർ, ആ പറയൂ. സർ, 1999-2000 വർഷങ്ങളിൽ ഒരു പുതിയ പാറ്റേൺ ഫാബ്രിക് രാജനന്ദിനിക്ക് വേണ്ടി നമ്മുടെ കമ്പനി ഉൽപ്പാദിപ്പിച്ചിരുന്നു. പിന്നീട് ആ സ്റ്റോക്ക് മുഴുവനും തീർന്നു. പക്ഷെ അതിന്റെ സെയിൽസ് ഡീറ്റെയിൽസ് ഒന്നും ഫയലിൽ കാണുന്നില്ല. താനെന്തിനാ അത്രയും പഴയ ഫയൽസ് ഒക്കെ പരിശോധിക്കുന്ന? അല്ല, 5-10 വർഷത്തിന് മുമ്പുള്ള ഫയൽസ് പരിശോധിച്ചാൽ മതി. രാജനന്ദിനിക്ക് വേണ്ടി തനിക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. സർ. ആ നജീബ്, സർ, സാറിന് ഭക്ഷണം കൊണ്ടുവരട്ടെ? ആ കൊണ്ടുവരൂ. താനും കൂടുമല്ലേ, ഒരുമിച്ച് കഴിക്കാം നമുക്ക്. ഊണ് വരുത്തണ്ട സർ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാറിനോട് കഴിക്കാതെ. ആണോ? വെരി ഗുഡ്. അപ്പോ എന്താ സ്പെഷ്യൽ? പാവയ്ക്കത്തോരൻ, കൊഞ്ച് തീയൽ, പിന്നെ നെല്ലിക്കാച്ചാറും ഉണ്ട് സർ. ഓ സൂപ്പർ. നജീബിക്ക, എന്റെ ചോറ് പാത്രം എടുത്തോണ്ട് വരുമോ? ഒരു സ്പൂൺ കൂടി എടുത്തോളൂ. ശരി മേഡം, ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ, ഇതെന്ത് പറ്റി? സർ, എന്റെ കൈ മുറിഞ്ഞു. അതാ ഞാൻ സ്പൂൺ കൊണ്ടുവരാൻ. മൈ ഗോഡ്. ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. എന്താ പറ്റിയത്, അത് പറയൂ. രാവിലെ ഞാൻ മലക്കറി മുറിച്ചപ്പോ. മലക്കറി മുറിച്ചപ്പോഴോ? അതെ സർ, അപ്പൊ പറ്റിയതാ. മുറിഞ്ഞു കൊറേ രക്തം പോയി.